ഹൈക്കോടതിയിൽ നിന്നും വരുന്ന വാർത്ത, മുനമ്പം കമ്മീഷന് തൽക്കാലം തുടരാമെന്ന വിധി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഉണ്ടാവുകയാണ്. മുനമ്പം കമ്മീഷനെ നിയോഗിച്ച സർക്കാർ തീരുമാനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്ക് തിരിച്ചടി ഉണ്ടാവുന്നു. തൽക്കാലം തുടരാം, സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പരിഗണിക്കുന്നു എന്നതാണ് സാഹചര്യം. ഹർജിയിൽ അപ്പീൽ അന്തിമ തീരുമാനം എടുക്കുന്നതുവരെ ആവാം ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഇപ്പോൾ അനുകൂലമായ തീരുമാനമുണ്ടാവുന്നത്. മുനമ്പം കമ്മീഷന് തൽക്കാലം തുടരാമെന്ന ഹൈക്കോടതിയുടെ താൽക്കാലിക ഉത്തരവ് വരുന്നു. വളരെ പ്രധാനപ്പെട്ട നീക്കമായി കൂടി ഇത് മാറുകയാണ്. കാരണം മുനമ്പം വിഷയത്തിൽ അങ്ങേറ്റം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോഴാണ് ഇത്തരമൊരു നീക്കം. അഡ്വക്കേറ്റ് സി എൻ പ്രകാശ്, നിയമകാര്യ ലേഖകൻ, നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് സി എൻ പ്രകാശ്, എന്താണ് ഹൈക്കോടതിക്ക് സംസ്ഥാനത്തിന്റെ ആവശ്യം പൂർണ്ണമായി പരിഗണിക്കുകയായിരുന്നു? സജിത്ത്, മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് താൽക്കാലികമായി പ്രവർത്തനം നൽകണം എന്ന കാര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ചീഫ് ജസ്റ്റിസ് നിതിൻ ജംസർ, ജസ്റ്റിസ് എസ് മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സുപ്രധാനമായ ഇടക്കാല ഉത്തരവ് പറഞ്ഞത്. കമ്മീഷന് തുടരാം എന്ന ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. സർക്കാർ നൽകിയ അപ്പീലിലാണ് ഈ ഇടക്കാല വിധി. മുനമ്പം പ്രശ്നം പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ കമ്മീഷന്റെ വസ്തുതാന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നായിരുന്നു സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇത് ഇടക്കാല ആവശ്യമാണ്. വഖഫ് ട്രിബ്യൂണലിലെ നടപടികളും ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളും വ്യത്യസ്തമാണ്. വഖഫ് ട്രിബ്യൂണലിനെ സമീപിച്ചവരെ ബാധിക്കുന്ന പ്രശ്നമല്ല അപ്പീലിൽ ഉന്നയിച്ചതെന്നും സർക്കാർ വാദിച്ചിരുന്നു. എങ്ങനെ പ്രശ്നം പരിഹരിക്കാമെന്നാണ് സർക്കാർ ശ്രമിക്കുന്നത്. വസ്തുതകൾ പരിശോധിക്കാൻ ആണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ളത്. റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുൻപ് തന്നെ നിയമനത്തിൽ സിംഗിൾ ബെഞ്ച് ഇടപെട്ടതിൽ നിയമപരമായി നിലനിൽക്കുന്ന കാര്യങ്ങളല്ല സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. നൂറുകണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന വിഷയമാണിത്. മുനമ്പത്ത് ഈ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ സർക്കാരിന് അതുമായി ബന്ധപ്പെട്ട വസ്തുതാ പഠനം നടത്തേണ്ടതുണ്ട്. പൊതുതാൽപര്യം മുൻനിർത്തിയാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതെന്നും സർക്കാർ വാദിച്ചു. ക്രമസമാധാന വിഷയം എന്ന നിലയിലും കമ്മീഷൻ അന്വേഷണം ആവശ്യമാണ്. ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനും മുനമ്പത്തെ ഭൂമിയുടെ ഉടമസ്ഥാവകാശ തർക്കത്തിൽ ഇടപെടാൻ ആവില്ല. കമ്മീഷന്റെ പരിഗണനാ വിഷയത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കാൻ സർക്കാരിന് ബാധ്യത ഇല്ലെന്നുമായിരുന്നു സർക്കാരിന്റെ വാദം. യെസ്, എന്തായാലും വളരെ സി എൻ പ്രകാശ്, ഇക്കാര്യത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് എന്ന് പറയുമ്പോൾ ഈ അപ്പീലിൽ പൂർണ്ണമായും തീരുമാനം പറയുന്നത് വരെ ഒരു ഇടക്കാല വിധി, അങ്ങനെ വേണോ ഇതിനെ കരുതാൻ? സർക്കാരിന്റെ അപ്പീലിൽ അന്തിമമായിട്ടുള്ള വിധി ഉണ്ടായിട്ടില്ല. ഇത് ഇടക്കാല ഉത്തരവാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ തുടരും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഈ ഹർജി സർക്കാരിന്റെ ഈ അപ്പീൽ പരിഗണിക്കുന്നത്. സ്വാഭാവികമായും ഇതിന്മേലുള്ള തുടർ നടപടികൾ തുടരുകയും തന്നെ ചെയ്യും. പക്ഷേ ഇടക്കാല ഉത്തരവാണ് നൽകിയിട്ടുള്ളത്. ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള കമ്മീഷന് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തൽക്കാലം തുടരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. സിംഗിൾ ബെഞ്ചിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. അതുകൊണ്ടാണ് സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. ഇപ്പോഴത്തെ ഇടക്കാല ഉത്തരവ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ടും ആശ്വാസം തന്നെയാണ് നൽകുന്നത്. ഇക്കാര്യത്തിൽ സി എൻ പ്രകാശ്, വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ അധികാരമില്ല എന്ന് കണ്ടെത്തിയാണല്ലോ സിംഗിൾ ബെഞ്ച് റദ്ദാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വാദം വസ്തുതാ പഠനം മാത്രമാണ് എന്ന സർക്കാരിന്റെ വാദം ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു. അങ്ങനെയാണ് ഈ അനുകൂല വിധി ഉണ്ടാവുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെയാണ്. സർക്കാർ ഈ കമ്മീഷൻ നൽകുന്ന ശുപാർശകളും റിപ്പോർട്ടുമേൽ സർക്കാരിന് അംഗീകരിക്കാനും തള്ളാനും കഴിയുന്ന സാഹചര്യമുണ്ട് എന്നും അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ബോധിപ്പിച്ചു. അതായത് ഇത് വസ്തുതാ പഠനം മാത്രമാണ് നടത്തുന്നത്. അതിനുശേഷം ഈ നൽകുന്ന റിപ്പോർട്ട് പരിഗണിക്കണമോ വേണ്ടയോ, നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലൊക്കെ അന്തിമമായ തീരുമാനം സർക്കാരാണ് സ്വീകരിക്കുക. അത് നയപരമായ തീരുമാനമാണ്. ആ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ നയപരമായ തീരുമാനം ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട വാദം ഉന്നയിച്ചത്. വളരെ സുപ്രധാനമായ വിധിയാണ്.